ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന 2021 അർജുന അവാർഡ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രിലിംസിൽ ഈ അർജുന അവാർഡ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ 35 ആൾക്കാർക്ക് അർജുന അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് 2021. ഈ 35 ആൾക്കാരെ നമുക്ക് പഠിക്കാം, അവരുടെ ഈവൻസും പഠിക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ കോഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണേ, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, യൂസ്ഫുൾ ആണെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അർജുന അവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ കായിക രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് കേന്ദ്ര കായിക യുവജന മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണ് അർജുന അവാർഡ്സ്. അപ്പോൾ അത് നൽകി തുടങ്ങിയിട്ടുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ 1961 ഇത് ഏർപ്പെടുത്തിയിട്ടുള്ള വർഷം എത്രയാണ്? 1961. അർജുന അവാർഡ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അർജുനനെ ആലോചിക്കാമല്ലോ. അപ്പോൾ അർജുൻ്റെ കയ്യിൽ അമ്പും വില്ലൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് അമ്പ് ഈ വൺ ഷേപ്പ് പോലെയാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്പോർട്സ് ആണ്. അപ്പോൾ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തലകുത്തിയൊക്കെ മറിയേണ്ടി വരും. അപ്പോൾ 9 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 6 കിട്ടും. അങ്ങനെ 1961 എന്നുള്ള വർഷം നമുക്ക് മനസ്സിലുറപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓരോ പേരുകൾ നോക്കാം. ആദ്യത്തെ പേര് സിമ്രാൻജിത്ത് കൗറാണ് കേട്ടോ. സിമ്രാൻജിത്ത് കൗറിന് ബോക്സിങ്ങിലാണ് അർജുന അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബോക്സിംഗ് ആണ് ഇവൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? സിമ്രാൻജിത്ത് കൗർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കവർ ആലോചിക്കാം. കണ്ടോ, ഇതേപോലെ ഒരു കവറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു സാധനം. അപ്പോൾ നമ്മളിങ്ങനെ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ ആലോചിക്കുക. സിമ്രാൻജിത്ത് കവറൊക്കെ ഇട്ടിട്ടുള്ള ഒരു പില്ലോ പോലത്തെ ഒന്നിലാണ് നമ്മളിങ്ങനെ ബോക്സിങ്ങിന് പ്രാക്ടീസ് ചെയ്യാമെന്ന് ആലോചിക്കുക കേട്ടോ. അടുത്ത് ഭവാനി ദേവി, ഫെൻസിങ് ആണ് ഇവൻറ്റ് കേട്ടോ. ഭവാനി ദേവിക്ക് ഫെൻസിങ്ങിലാണ് അർജുന അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ വാള് പോലത്തേക്കുള്ളൊരു ഇതാണ് ഫെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ദേവിയുടെ കയ്യിൽ ഇങ്ങനെ ശൂലം അല്ലെങ്കിൽ കുന്തൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഭവാനി ദേവി ഫെൻസിങ് ആണ്. അടുത്തത് സന്ദീപ് നർവാളാണ്, കബഡിയാണ് കേട്ടോ. സന്ദീപ് നർവാൾ കബഡി. അപ്പോൾ ഈ കബഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ 4 പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കബഡി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തോപ്പിക്കാം. അങ്ങനെയൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. നർവാളാണ്. അപ്പോൾ 4 പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് കബഡിക്ക് എളുപ്പത്തിൽ തോപ്പിക്കാന്ന് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ സന്ദീപ് നർവാൾ കബഡി. അടുത്ത് ഹിമാനി ഉത്തം പരമ്പ് മല്ലക്കമ്പാണ് ഇവൻറ്റ് കേട്ടോ. അപ്പോൾ ഈ മല്ലക്കമ്പ് ഒരു കമ്പൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കമ്പൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലത് കുറച്ച് മഞ്ഞുള്ള സ്ഥലം, ഹിമാലയം പോലത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കാം. ഹിമാനി ഉത്തം പരമ്പ്. അപ്പോൾ ഹിമാനി ഉത്തം പരമ്പ് ഇവൻറ്റ് ഏതാണ്? മല്ലക്കമ്പ്. അടുത്ത അഭിഷേക് വർമ്മയാണ്, ഷൂട്ടിംഗ് ആണ് ഇവൻറ്റ്. ഓക്കെ, അഭിഷേക് വർമ്മ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഈ പട്ടാഭിഷേകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയില്ലേ, അതിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. പട്ടാഭിഷേകം. അപ്പോൾ അഭിഷേക് വർമ്മ ഷൂട്ടിംഗ്. അപ്പോൾ ഈ 5 പേരുകൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. സിമ്രാൻജിത്ത് കൗർ ബോക്സിങ്. ഓക്കെ, അപ്പോൾ ബോക്സിങ്ങിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ കവറൊക്കെ ഇട്ടിട്ടുള്ള ഇതേപോലത്തെ ഒരു ഇതിനകത്ത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആലോചിക്കുക. ഭവാനി ദേവി ഫെൻസിങ് ആണ്. അപ്പോൾ ഫെൻസിങ് എന്ന് പറയുമ്പോൾ ഒരു വാള് പോലെ നമ്മുടെ ദേവിയുടെ കയ്യിലും ശൂലം ഉണ്ടെന്ന് ആലോചിക്കുക. സന്ദീപ് നർവാൾ ഏതാ? കബഡിക്ക് നമുക്ക് 4 പോലെ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് എളുപ്പത്തിൽ തോപ്പിക്കാം. ഹിമാനി ഉത്തം പരമ്പ് മല്ലക്കമ്പാണ്. അപ്പോൾ കമ്പ് ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഹിമാലയത്തിൽ അതുപോലെയൊക്കെ ആയിരിക്കും എന്ന് ഓർക്കുക, മഞ്ഞുള്ള സ്ഥലങ്ങളിൽ കേട്ടോ. അഭിഷേക് വർമ്മ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ പട്ടാഭിഷേകത്തിൻ്റെ ഷൂട്ടിംഗ്. അടുത്ത ശിഖർ ധവാൻ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ക്രിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അർപീന്ദർ സിംഗ് അത്ലറ്റിക്സ് ആണ്. അർപീന്ദർ സിംഗ് അത്ലറ്റിക്സ് അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത അങ്കിത റെയ്ന, ഇതാണ് നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ടെന്നീസ് ആണ്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോളൂ, നമ്മുടെ ഈ റെയിൻ, നമ്മുടെ മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ തെന്നിപ്പോവും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ടെന്നീസ് ആലോചിക്കാം കേട്ടോ. അടുത്ത ദീപക് പുനിയ റെസ്ലിംഗ് ആണ്. ദീപക് പുനിയ ഏതാണ് ഇവൻറ്റ്? റെസ്ലിംഗ് ആണ്. അപ്പോൾ കുനിഞ്ഞൊക്കെ നമ്മൾ കളിക്കുന്ന ഏതിനകത്തായിരിക്കും? ഇങ്ങനെ റെസ്ലിംഗ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ കുനിയ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ പേരുകളൊന്നുകൂടെ പറയാം. സിമ്രാൻജിത്ത് കൗർ ബോക്സിങ്, ഭവാനി ദേവി ഫെൻസിങ്, സന്ദീപ് നർവാൾ കബഡി, ഹിമാനി ഉത്തം പരമ്പ് മല്ലക്കമ്പ്, അഭിഷേക് വർമ്മ ഷൂട്ടിംഗ്, ശിഖർ ധവാൻ ക്രിക്കറ്റ്, അർപീന്ദർ സിംഗ് അത്ലറ്റിക്സ്, അങ്കിത റെയിനിൽ തെന്നും ടെന്നീസ്, ദീപക് പുനിയ റെസ്ലിംഗ്. അടുത്ത് നമുക്ക് ഹോക്കിയിൽ അർജുന അവാർഡ്സ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പേര് ഒരുമിച്ച് ഒന്ന് പഠിക്കാം. ഞാനപ്പോൾ അങ്ങനെ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു കഥ പോലെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ നമ്മുടെ കഥ ഇങ്ങനെയാണ്. അതായത് ഒരാൾക്ക് പാലിനോട് ഭയങ്കര പ്രീതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 3 ആൾക്കാർ ഇപ്പോൾ തന്നെ പഠിക്കാം. രൂപീന്ദർ പാൽ സിംഗ്, ദിൽപ്രീത് സിംഗ്, ഹർമൻപ്രീത്. കണ്ടോ, പ്രീതി വന്നിട്ടുണ്ട്, പാലും ഉണ്ട്. അപ്പോൾ രൂപീന്ദർ പാൽ സിംഗ്, ദിൽപ്രീത് സിംഗ്, ഹർമൻപ്രീത് സിംഗ്. അപ്പോൾ ഒരാൾക്ക് പാലിനോട് ഭയങ്കര പ്രീതിയായിരുന്നു. അപ്പോൾ അയാൾ അമിതമായിട്ട് ഇങ്ങനെ പാല് കുടിക്കും കേട്ടോ. അപ്പോൾ അമിത് രോഹിദാസ് കിട്ടി. അമിതിൻ്റെ ഒപ്പം തന്നെ സുമിതും കൂടെ പഠിക്കുക കേട്ടോ. അപ്പോൾ അമിത് രോഹിദാസും സുമിതും കിട്ടി കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ അമിതമായിട്ട് ഇയാൾ പാല് കുടിക്കുന്നതുകൊണ്ട് ഒരു ദിവസം ആരോ ഇയാൾക്ക് ഇങ്ങനെ പാലിൽ വിഷമൊക്കെ കലക്കി കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി? അപ്പോൾ ഇയാളുടെ കണ്ടൊക്കെ നീല നിറമായി കേട്ടോ. നീലകണ്ഠ ശർമ്മ. എന്നിട്ട് അയാൾ ഛർദ്ദിച്ചു. ഹർദിക് സിംഗ്. അപ്പോൾ ഛർദ്ദിച്ച് അവസാനം അയാൾ ബെഡിൽ സറണ്ടർ ചെയ്തു.
സുരേന്ദർ കുമാർ, അത് സറണ്ടർ എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക കേട്ടോ. സുരേന്ദ്രകുമാർ, ഇതെല്ലാം ഹോക്കിയാണ് ഇവൻറ്റ്. ഹോക്കി ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം നമ്മളിതെല്ലാം ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും കൂടെ നോക്കാമല്ലോ. ഒരാൾക്ക് പാലിനോട് ഭയങ്കര പ്രീതിയായിരുന്നു, അമിതമായിട്ട് അയാൾ പാല് കുടിച്ചപ്പോൾ ആരോ വിഷം കലക്കി കൊടുത്തു, നീലകണ്ഠമായി, ഛർദ്ദിച്ചു, സറണ്ടർ ചെയ്തു. ഓക്കെ, പേരുകൾ നമുക്കൊന്നും കൂടെ നോക്കാം. രൂപീന്ദർ പാൽ സിംഗ്, ദിൽപ്രീത് സിംഗ്, ഹർമൻപ്രീത് സിംഗ്, 2 പ്രീത് കിട്ടി. അമിതമായിട്ട് അമിതും സുമിതും കിട്ടി. നീലകണ്ഠം നീൽകണ്ഠ കിട്ടി. ഛർദി ഹർദിക്ക് കിട്ടി. സറണ്ടർ ചെയ്തു സുരേന്ദ്രകുമാർ കിട്ടി. ഇനി 2 പേരുടെ പേരുകൾ നിങ്ങൾ ഒരുമിച്ചൊന്ന് പഠിക്കണം. മോനിക്ക മാലിക്കും വന്ദന കതാരിയ. ഇവർ 2 പേരും സ്ത്രീകളാണ്. വനിതകളായതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിന് വനിതയുടെ ഒരു ചോദ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വനിതകൾക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. വന്ദന കതാരിയ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹാട്രിക് ഗോളുകൾ, ഹോക്കിയിൽ ഹാട്രിക് ഗോളുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് വന്ദന കതാരിയ. അപ്പോൾ ഇവൻറ്റ് ഹോക്കിയാണ് നമുക്കറിയാം. അതിൻ്റെ ഒപ്പം തന്നെ മോനിക്ക മാലിക്കും കൂടെ പഠിക്കുക. ഇത് ഞാൻ ഈ കഥയിൽ കയറ്റിയില്ല, കാരണം സ്ത്രീകളായതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഇങ്ങനെ അമിതമായിട്ട് ഇങ്ങനെ പാലൊക്കെ കുടിച്ച് ഛർദ്ദിച്ചു, അപ്പോൾ അങ്ങനെ അവസാനം കമ്പ് പോലെ എന്നൊക്കെ ആലോചിക്കുക അല്ലേ. അപ്പോൾ കമ്പിൻ്റെ ഷേപ്പല്ല നമ്മുടെ ഹോക്കി, അങ്ങനെയും വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 19 പേരുടെ പേര് പഠിച്ചു. ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് സ്പീഡിൽ നോക്കാം. സിമ്രാൻജിത്ത് കൗർ ബോക്സിംഗ്, ഭവാനി ദേവി ദേവി ഫെൻസിംഗ്, സന്ദീപ് നർവാൾ കബഡി, 4 പോലെ ഇരിക്കുന്ന ആളെ കബഡിയിൽ തോൽപ്പിക്കാൻ പറ്റും. ഹിമാനി മല്ലക്കമ്പ്, അഭിഷേക് ഷൂട്ടിംഗ്, ശിഖർ ധവാൻ നിങ്ങൾക്കറിയാം ക്രിക്കറ്റ്, അർപ്പീന്ദർ സിംഗ് അത്ലറ്റിക്സ്, അങ്കിത റെയിൻ ടെന്നിപ്പും ടെന്നീസ്, ദീപക് പുനിയ റെസ്ലിംഗ് ആണ്. പിന്നെ നമ്മുടെ കഥ കേട്ടോ. അടുത്ത് നമ്മൾ ഹോക്കിയുടെ തന്നെ അർജുന അവാർഡ്സ് കിട്ടിയിട്ടുള്ള അടുത്ത 7 പേരുടെ പേരുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് കഥയായിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ ആൾ ഗുർജൻ സിംഗ്, പിന്നെ സിമ്രാൻജിത്ത് സിംഗ്, ഷംഷേർ സിംഗ്. ഇത് 3 നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതായത് ഒരു ജന്തു ഉണ്ടെന്ന് ആലോചിക്കുക. ഒരു ജന്തു എന്ന് പറയുന്നത് ഒരു ഷെയർ ആണെന്ന് ആലോചിക്കുക കേട്ടോ. ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ, സിംഹമാണ്. ഓക്കെ, അപ്പോൾ ജന്തു എന്ന് പറയുമ്പോൾ ഗുർജൻ സിംഗ് കിട്ടി, ഷെയർ എന്ന് പറയുമ്പോൾ ഷംഷേർ സിംഗ് കിട്ടി, അതുപോലെ തന്നെ സിംഹം സിമ്രാൻജിത്ത് സിംഗ് കിട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഷെയർ വരുന്ന സമയത്ത് വരുൺ കുമാർ വരുന്ന സമയത്ത് നമ്മളൊരു ഉപാധി ചെയ്യണം. അതാണ് ലളിത് കുമാർ ഉപാധ്യായ. എന്താ നമ്മുടെ ഉപാധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിവേക് സാഗർ പ്രസാദ് കേട്ടോ, വിവേകത്തോടെ ഒരു ദീപം തെളിയിക്കണം എന്ന് ആലോചിക്കുക. ദീപം എന്ന് പറഞ്ഞാൽ ഒരു പന്തൊക്കെ നമ്മളിങ്ങനെ തെളിയിക്കില്ലേ, അപ്പോൾ ഈ സിംഹം ഇതൊക്കെ കണ്ടങ്ങ് ഓടി പോകില്ലേ, അപ്പോൾ അങ്ങനെ ഒരു ദീപം തെളിയിക്കുക കേട്ടോ. അപ്പോൾ മന്ദീപ് സിംഗ്. ഓക്കെ, അപ്പോൾ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ലക്ക് ഉണ്ടെങ്കിൽ ഈ സിംഹം അവിടെ നിന്ന് ഓടിപ്പോവും. ലക്ക് ലക്രേ, ബീരേന്ദ്ര ലക്രേ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹോക്കിയാണ്. ഒന്നും കൂടെ പറയാം. ഒരു ജന്തുവിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ഗുർജൻ സിംഗ്. അപ്പോൾ ജന്തു എന്ന് പറയുന്നത് ഷെയർ അല്ലെങ്കിൽ സിംഹമാവാം, ഷംഷേർ സിംഗ്, സിമ്രാൻജിത്ത് സിംഗ്. അപ്പോൾ ഈ ഷെയർ വരുന്ന സമയത്ത് വരുൺ കുമാർ, നമ്മളൊരു ഉപാധി ചെയ്യണം, ഉപാധ്യായ വിവേകമായിട്ട് അല്ലേ. അപ്പോൾ ലളിത് കുമാർ ഉപാധ്യായ, വിവേക് സാഗർ പ്രസാദ്, ഒരു ദീപം തെളിയിക്കണം, മന്ദീപ് സിംഗ്, ലക്ക് ഉണ്ടെങ്കിൽ ബീരേന്ദ്ര ലക്രേ, സിംഹം ഓടിപ്പോ. അപ്പോൾ കിട്ടിയല്ലോ. ഇപ്പം നമ്മൾ 27 പേരുടെ പേരുകളും അവരുടെ ഈവൻസും ആണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ കോഡ് വെച്ച് മാത്രം നിങ്ങൾ പഠിക്കരുത്, പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, അടുത്ത് നമുക്ക് പാരാലിമ്പിക്സിൽ അർജുന അവാർഡ്സ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പേരൊന്ന് നോക്കാം. യോഗേഷ് കത്തൗനിയ ഏതാണ്? പാരാ അത്ലറ്റിക്സ് ആണ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും പേര് കോഡ് വെച്ചിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ചിലതൊക്കെ നമ്മൾ കോഡ് യൂസ് ചെയ്യുക, ചിലതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ യോഗേഷ് കത്തൗനിക്ക് കിട്ടിയിട്ടുള്ളത് ഡിസ്കസ് ത്രോ ആണ്. ഇവൻറ്റ് ചോദിക്കണമെങ്കിൽ ഡിസ്കസ് ത്രോ. ഒരു യോഗ ഒക്കെ നടക്കുന്ന സമയത്ത് അതിൽ പലരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും എന്നൊക്കെ ആലോചിക്കാമല്ലോ, പല ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസ്കസ് ത്രോ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. അടുത്ത് നിഷാദ് കുമാർ ആണ്. ഈവൻറ്റ് ചോദിക്കുകയാണെങ്കിൽ പാരാ അത്ലറ്റിക്സ് ആണ് കേട്ടോ. നിഷാദ് കുമാർ. ഈവൻറ്റ് ഏതാണ്? പാരാ അത്ലറ്റിക്സ്. പ്രവീൺ കുമാർ വീഴുന്നത്, പാരാ അത്ലറ്റിക്സ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. സുഹാസ് യതിരാജ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം IAS ഓഫീസറാണ്. പാരാ ബാഡ്മിൻ്റൺ ആണ് കേട്ടോ. സുഹാസ് യതിരാജ് പാരാ ബാഡ്മിൻ്റൺ ആണ്. സിംഗ്രാജ് അദാന പാരാ ഷൂട്ടിംഗ്. സിംഗ്രാജ് അദാന ഏതാണ് ഇവൻറ്റ്? പാരാ ഷൂട്ടിംഗ്. അപ്പോൾ ഒരു ആനേനൊക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തെന്നോ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. സിംഗ്രാജ് അദാന പാരാ ഷൂട്ടിംഗ്. ഹർവീന്ദർ സിംഗ് പാരാ ആർച്ചറി ആണ് കേട്ടോ. ഹർവീന്ദർ സിംഗ് പാരാ ആർച്ചറി. ശരത് കുമാർ പാരാ അത്ലറ്റിക്സ് ആണ്. ഭവീന പട്ടേൽ ഏതാണ്? പാരാ ടേബിൾ ടെന്നീസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ടേബിളൊക്കെ ഉണ്ടാക്കുന്നത് പട്ടേൽ നിന്നാണ്, നമ്മുടെ പട്ടികയിൽ നിന്നാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഭവീന പട്ടേൽ ഏതാ? പാരാ ടേബിൾ ടെന്നീസ്. ഒന്നും കൂടെ പറയാം. യോഗേഷ് കത്തൗനിയ ഡിസ്കസ് ത്രോ, പാരാ അത്ലറ്റിക്സ് ആലോചിക്കുക. നിഷാദ് കുമാർ പാരാ അത്ലറ്റിക്സ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. സുഹാസ് യതിരാജ് തീർച്ചയായിട്ടും പഠിക്കണം, പാരാ ബാഡ്മിൻ്റൺ ആണ്, IAS ഓഫീസറായിരുന്നു. സിംഗ്രാജ് അദാന ആനേനെ ഷൂട്ട് ചെയ്യും, പാരാ ഷൂട്ടിംഗ്. ഹർവീന്ദർ സിംഗ് പാരാ ആർച്ചറി ആണ്. ശരത് കുമാർ പാരാ അത്ലറ്റിക്സ് ആണ്. അതുപോലെ തന്നെ ഭവീന പട്ടേൽ പാരാ ടേബിൾ ടെന്നീസ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2021 അർജുന അവാർഡ് വിന്നേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 35 അവാർഡ് വിന്നേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കോഡ്സ് മാത്രമായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്, നിങ്ങൾ വായിച്ചും കേട്ടും ഒക്കെ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് പഠിക്കുക, റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ. അർജുന അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളി വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ KC ഏലമ്മയാണ് കേട്ടോ. 1975 KC ഏലമ്മയ്ക്ക് അർജുന അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അർജുന അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളി വനിതയാണ് KC ഏലമ്മ. ആദ്യത്തെ മലയാളി വനിത വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടിയെന്ന് ആലോചിക്കുക. KC ഏലമ്മ 1975 വോളിബോളാണ് ഇവൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ അവാർഡ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിക്കുകയാണെങ്കിൽ C ബാലകൃഷ്ണനാണ് കേട്ടോ. 1965 C ബാലകൃഷ്ണന് അർജുന അവാർഡ് കിട്ടിയിട്ടുള്ളത്. പർവ്വതാരോഹണമാണ് ഇവൻറ്റ് കേട്ടോ, അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കണിൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ.